أعمالنا اللهم الحمنا ونشكرك وآمنا من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ബഹുമാനമുള്ള നമ്മുടെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചുരുന്ന കബൂലാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ ശ്രമിച്ചത് കാരണമാക്കുമാറാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ചെയ്ത നിഅമത്തായ പരിശുദ്ധമായ റമളാനിൽ പ്രവേശിക്കാനും നോമ്പനുഷ്ഠിക്കാനും അല്ലാഹു അല്ലാഹു തആല ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ദിവസം അവസാന സമയം നോമ്പൊക്കെ നോക്കി കുറച്ചാലെ കൽപ്പനകൾ കൽപ്പിച്ച് രാത്രി നിന്ന് നിസ്കരിച്ച മനുഷ്യന്മാരോട് അവർക്ക് എത്ര ഇഷ്ടമുണ്ടാവും. നമ്മൾ എന്ത് ചോദിച്ചാലും തരും, എന്ത് ചോദിച്ചാലും തരും. റമളാന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. ഇതിന്റെ ആരംഭം ആദ്യത്തെ 10 റഹ്മത്താണ്, വൗസതുഹു മഗ്ഫിറ, ഇതിന് അവസാന മധ്യഭാഗം മഗ്ഫിറത്താണ്, വആഖിറുഹു ഇത്ഖും മിനൻ നാർ, ഇതിന്റെ അവസാനത്തേത് നരകത്തിൽ നിന്നുള്ള മോചനാണ്. മുഹദ്ദിസുകൾ എഴുതുന്നുണ്ട് ഒന്നാമത്തെ 10 നോമ്പനുഷ്ഠിക്കുകയും വിവാദിയൊക്കെ ചെയ്ത് റഹ്മത്ത് അല്ലാഹുവിന്റെ മേൽ കൊതിയും, അപ്പം അവൻ പാപമോചനത്തിന് അർഹനാവും. രണ്ടാമത്തെ 10 അവന് പാപങ്ങൾ പുറത്തു കൊടുക്കും. പാപങ്ങളൊക്കെ പുറത്ത് രണ്ടാമത്തെ 10 കഴിയുമ്പോഴേക്കും പിന്നെ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനാവും. ഇപ്പൊ നമ്മൾ അതിലാണ് നമ്മൾ അള്ളാഹുവോട് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണം. നരകം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മളിങ്ങനെ നരകം എന്നിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. നരകത്തിൽ പോയ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയില്ല. നരകം ഭയാനകമാണ്. നരകം എങ്ങനെ താങ്ങാം? കഠിനമായ ശിക്ഷയ്ക്കും. നരകത്തിന് ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഭൂമിയിൽ കുഴിക്കുകയാണെങ്കിൽ ആ ഹമീമെന്ന് ഇല്ല ഹമീമൻ വഹസ്സാഖ എന്ന് പറയുന്നത് ഖുർആൻ സൂറത്ത് നബയിൽ ഇല്ല ഹമീമൻ വഹസ്സാഖ. അവിടെ ഹമീമും വഹസ്സാഖ അല്ലാതെ ഓർമ്മയുണ്ടാവില്ല. ലാ ബാരിദുൻ വലാ കരീം. ആ ഹമീം തളച്ചു മറിയുന്ന വെള്ളം ഒരു തൊട്ടി ഭൂമിയിൽ കുഴിക്കുകയാണെങ്കിൽ പിന്നെ ഭൂമിയിൽ പുല്ല് മുളക്കൂല. മലപ്പുറം ജില്ല എന്നല്ല പറഞ്ഞു, ഭൂമിയിൽ എന്തേക്കും അതിനാണ് മനുഷ്യനെ കൊണ്ടുവരുന്നത്. അതാണ് നമുക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ഒറ്റ ആലോചിച്ചു, മനുഷ്യനായി പോയി വീണാൽ ആരാ രസം കൊടുക്കുക? മൊത്തം ദുനിയാവ് കൊടുത്താലും എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് മനുഷ്യൻ പറയുന്നത് ഖുർആൻ പറയുന്നത്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഹിൻ ബിബനി വസാഹിബതിഹി വബനി. പറയാനുണ്ട്, ഓരോ മനുഷ്യനും ആഗ്രഹിച്ചു പോകും, എന്നെ നരകത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും ആശീറത്തൊക്കെ തുമ്പി അവയെ നൽകിയിരുന്ന അവൻ്റെ കുടുംബങ്ങൾ, അളാപ്പ മുത്താപ്പ അമ്മായി അമ്മായിമ്മ അമ്മോശൻ, ഈ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നരകത്തിൽ കിട്ടോ. എന്നിട്ട് പോരെ ഒമത്തിൽ അറിയിച്ച് നീ ആണ് ഭൂമിയിലുള്ള മുഴുവൻ ആളെയും നരകത്തിൽ കിട്ട പഠിച്ചവനെ തുമ്മയിച്ച് അവനെ രക്ഷപ്പെടുത്തിയാൽ മതി മാത്രമേ പറയുള്ളൂ. ഇത് അല്ലാഹു പറയുന്നതാണ്. ഇതിലേക്കാണ് മനുഷ്യൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നരകം വെറുതെ ഇങ്ങനെ കേൾക്കാൻ നമുക്ക് താങ്ങാൻ കഴിയില്ലേ? എത്ര കഠിനമായ ശിക്ഷയാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹു പറയണേ അവരെങ്ങനെ നരകത്തിട്ട് കരിക്കും,
എന്നിട്ട് ആ തൊലികൾ ഇങ്ങനെ കരിയുമ്പോൾ ജുലൂദുഹും, അവരുടെ തൊലികൾ ഇങ്ങനെ കരിയുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, നമ്മൾ അവർക്ക് വേറെ തൊലികൾ ഇങ്ങനെ കൊടുക്കും. ലിയദൂഖുൽ അദാബ്, ശിക്ഷ രക്ഷിക്കാൻ പറ്റും. പ്രായമായി ഈ തൊലി കത്തിയാൽ പിന്നെ കഴിഞ്ഞെന്ന് വിചാരിക്കല്ല. സ്പർശനം തൊലിക്കാണ്ട് ചൂടൊക്കെ അനുഭവിക്കുന്നത്. ഇതൊക്കെ കത്തിയാൽ ഉടൻ തന്നെ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, വേറെ തൊലി കൊടുക്കും. ലിയദൂഖുൽ അദാബ്, ശിക്ഷ രക്ഷിക്കാൻ പറ്റും. ഖുർആൻ പറയണം. നമ്മൾ ഒറ്റ ആലോചിച്ചിട്ട് നമ്മളേക്ക് സ്വർഗത്ത് പോകേണ്ട അമലൊന്നുമില്ല. നമ്മളെ പൊട്ട ഓട്ട നിസ്കാരങ്ങളാണുള്ളത്. അതുകൊണ്ട് നമ്മളെ ഉള്ളിനുള്ളിൽ ഒരു ഭയം കാണണം. പടച്ചവർക്ക് പോയി നിൽക്കണം എന്നുള്ളത്. സഹാബാക്കളെ ഭയപ്പെടുത്തിയ കാര്യം അതായിരുന്നു. അള്ളാഹിനോട് പോയി എങ്ങനെ നിൽക്കും, അള്ളാഹിനോട് ഞാൻ എന്ത് സമാധാനം പറയും, അതോടെ ഭയമായിരുന്നു. സഹാബാക്കളുടെ ഭയം, അബൂബക്കറിന്റെ ഭയം. അടുത്ത ദിവസം പറഞ്ഞു, ഭാര്യയ്ക്ക് മധുരം തിന്നാൻ കൂലിയില്ലായപ്പോ കുറച്ച് എടുത്തു വെച്ചതും അതും ബൈത്തുൽമാലിക്ക് ചേർത്തത് ഭയം കൊണ്ടാണ്. നിങ്ങളുടെ ഭാര്യനോടുള്ള വിരോധത്തിന്റെ പേരിലല്ല. അള്ളാന്റെ പോലെ ഞാൻ എന്താ പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയാണ്. അവർ കുടിലിന്റെ അടുത്തെത്തി. ആ കുടിലിൽ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ആ സ്ത്രീനോട്, എന്തിനാണ് നിങ്ങൾക്ക് ഈ കുട്ടികളെ കരയിക്കണേ രാത്രിയിൽ? ഒരുപാട് വിഷമിട്ട് കരയാണ്. ആ കലത്തിൽ എന്തുള്ളത് ചോദിച്ചു. അത് വെള്ളമാണ്, അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരെന്തോ ആഹാരം പാചകം ചെയ്യാന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെ കരഞ്ഞ് 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 അവിടെ ഉറങ്ങും. അപ്പൊ ഞാൻ അത് അടച്ചിട്ട് ഞാനും കിടക്കും എന്ന് പറഞ്ഞു. ഇത്രയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പോന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വൃത്തിയനുണ്ടായിരുന്നു സാലിം, അവരും കൂട്ടി പോന്നു. ഒരു ചാക്കിൽ കുറച്ച് മാവും ഈത്തപ്പഴവും സാധനങ്ങളും എടുക്കട്ടിട്ട് ഇതെന്റെ ചുമലിൽ വെച്ച് തരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൃത്യം പറഞ്ഞു, ഞാൻ എടുത്തോളാം, ഞങ്ങളെ കൂടെ അതിനല്ലേ. നമ്മളത് പറഞ്ഞല്ല, എന്റെ ചുമലിൽ വെക്കുന്നത്. എങ്ങനെയാണ് അമീദൂമിന്റെ ചുമലിൽ അതെനിക്ക് തീർക്കുക? വീണ്ടും പറഞ്ഞു, അദ്ദേഹം പറഞ്ഞല്ല, ഞാൻ എടുത്തോളാം. അതല്ല, നീയും എന്റെ ചുമലിലേക്ക്. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ക്ലിയർ ആക്കി പറഞ്ഞിട്ട്, നാളെ മഹ്ശറയിൽ എന്റെ പാപങ്ങളുടെ ഭാരം എടുക്കുന്നു. അതിനോട് നമുക്ക് ആ ഉമർ ചുമലിലായിട്ട് അത് പോയി കൊണ്ടുപോയി അവിടെ വെച്ച് സ്ത്രീന്റെ കയ്യിൽ അത് കൊടുത്തു. ഈത്തപ്പഴം മാവും നെയ്യും ഒക്കെ കൊടുത്തു. അത് ആ വെള്ളത്തിലിട്ട് ഉണ്ടാക്കി ആ മക്കൾക്ക് കൊടുത്തു. അപ്പൊ സ്ത്രീ പറഞ്ഞു, യഥാർത്ഥത്തിൽ അമീറാവാൻ യോഗ്യൻ യഥാർത്ഥത്തിൽ നിങ്ങളാണ്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരി, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് ഉമർ എങ്ങനെ അറിയാനാണ്? സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഉമർ എങ്ങനെ അറിയാനാണോ അയാൾ ഞങ്ങളെ നേതാവായി? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരി, നാളെ അങ്ങോട്ടേക്ക് വരും, ബൈത്തുൽ മാലിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചില്ല. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ഞാനാണോ ഉമർ? മാടിയിരുന്ന ഒരു കല്ലിൽ അദ്ദേഹത്തിന്റെ വൃത്തിന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇരുന്നത് എനിക്കറിയുമെന്ന് ചോദിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മക്കൾ കരയുന്നത് ഞാൻ കണ്ടു. ഇപ്പൊ അവർ ഭക്ഷണം കഴിച്ച് ചിരിക്കുന്നത് കാണാനല്ലോ വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചില്ലെങ്കിലാണ് നിങ്ങളെ കണ്ണ് നനയുള്ളൂ. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് സ്വന്തം കണ്ട് വന്നതല്ല, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹുനോട് എനിക്ക് ഉമറിനെ വേണം. ഉമർ റളിയല്ലാഹു അൻഹു ഇതിനേക്കാൾ മാത്രം വേറൊന്നും വേണ്ട. അല്ലാഹുമ്മ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംർ ബിൻ ഹിശാമിനെ കൊണ്ടോ ഉമർ ബിൻ ഖത്താബിനെ കൊണ്ടോ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. നബിതങ്ങൾ സാധനങ്ങളെ ദുആ ഖബൂലായിട്ട് വന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് രാത്രി ഇത് കൊണ്ടുവന്നത്. മറ്റൊരു മദീനന്റെ കുറച്ച് ഹറ എന്ന് പറഞ്ഞ പ്രദേശത്ത് അങ്ങനെ പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ്. ആളുകളുടെ അവസ്ഥ അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അവർ കരിമ്പടം കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ആളുകൾ പെട്ടെന്ന് കൂടാരം ഉണ്ടാക്കും. അപ്പൊ അവിടെ താമസിച്ചു. രാത്രിയാണ്. ഒരു ചെറുപ്പക്കാരൻ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാം ചോദിച്ചു, എന്താ അവിടെ നിൽക്കുന്നത്, എന്തൊക്കെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മദീനയിലേക്ക് വരികയായിരുന്നു. രാത്രി ഇരുട്ടായപ്പോൾ ഇവിടെ കൂടാരം കെട്ടി ഇവിടെ താമസിക്കാനെന്ന് പറഞ്ഞു. ഉമർ സംസാരിക്കുന്നതിനിടയിൽ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്ന് ഞരങ്ങൽ ശബ്ദം, വിഷമത്തിന്റെ വേദനയുടെ ശബ്ദം കേട്ടോ. ഉമർ എന്താ ഇതിൽ നിന്നൊരു ഞരങ്ങൽ ശബ്ദം കേൾക്കുന്നത്?
രാത്രി സമയമാണ്, ഒരാളാണ്, അന്യപുരുഷനാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സഹോദരൻ നിങ്ങൾ എന്താ ആവശ്യത്തിനാണ് വന്നത്, അതിന് പോയിക്കോടി നിങ്ങൾ, എല്ലാം ഉച്ചയ്ക്ക് കഴിഞ്ഞ് അന്വേഷിക്കണ്ടെന്നുള്ള അർത്ഥത്തിൽ. നമ്മുടെ പറഞ്ഞു, നല്ല സഹോദരൻ എന്തോ ഒരു വേദന അനുഭവിക്കുന്ന ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം നിർബന്ധിതനായി പറയാൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ അവള് ഗർഭിണിയാണ്, പ്രസവേദന അനുഭവിക്കുന്നു. നമ്മൾ ചോദിച്ചു, ആരെക്കൂടെ ഉള്ളത്? ആരുമില്ല, ഞാൻ അവളെ ഉള്ളൂ. പിന്നെ വല്ലാതെ സംസാരിക്കാതെ വേഗം വീട്ടിൽ പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യ ചോദിച്ചു, ഒരു ഗ്രാമീണനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, അയാളുടെ ഭാര്യന്റെ പ്രസവം എടുക്കാൻ റെഡിയാണല്ലോ. അമീറും പിന്നെ അന്നൊക്കെ അനുവാദം, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. ഒരു ചാക്കിൽ ഈത്തപ്പഴവും മാവും നെയ്യും സാധനങ്ങളൊക്കെ എടുത്തു. മറ്റേ അവർക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ, തുണി സാധനങ്ങളൊക്കെ എടുത്തു. അത് അവരെ കയ്യിലും കൊടുത്തു. സ്വന്തം ഭാര്യയും കൊണ്ടുപോവാണ്. ആ കരിപ്പടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നീ വാന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ചിട്ടൊന്നുമില്ല. കാരണം ഇയാൾ ദുഃഖത്തിലും വേദനയിലും ഉള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ സ്വന്തം കൈ കൊണ്ട് കല്ലുകൾ എടുത്ത് 3 കൂട്ടി അതിലൊരു പാത്രം വെച്ച് വിറക് ശേഖരിച്ച് കത്തിച്ചു. രാത്രി എന്നിട്ട് അടുപ്പിലൂതി. ചെറുപ്പക്കാരൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ താടിന്റെ ഉള്ളിലൂടെ പുക പോകണമെന്ന് ഞാൻ കാണുന്നുണ്ട്. ഭക്ഷണം പാചകം ചെയ്തു. നെയ്യും ഈത്തപ്പഴവും മാവൊക്കെ ഇട്ടിട്ട് ഒരുത്തരം ഭക്ഷണം പാചകം. ആരാ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന ആള്? ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന ആരാണ്? ഏതോ ഒരു ഗ്രാമീണനൂടെ ആര് പാചകം ചെയ്യുന്നു? ഇസ്ലാമിക ലോകം അറിയപ്പെടുന്ന, ലോകം ഞെട്ടിവിറപ്പിച്ച അതൊരു ഉമർ ബിൻ ഖത്താബാണ്. സ്വന്തം അടുപ്പിൽ കൂടി കല്ല് സ്വന്തം എടുത്തു വെച്ചിട്ട് വിറക് ശേഖരിച്ചിട്ട് ഈ ഗ്രാമീണന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആ ചെറുപ്പക്കാരൻ വിചിത്രമായി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇതിനിടയിൽ പ്രസവം നടന്ന ഇതിനുള്ളിൽ, കൂടാരത്തിന്റെ ഉള്ളിൽ. ഭാര്യ സാധാരണഗതിയും വീട്ടിൽ വിളിക്കുന്നത് പോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അറിയാതെ വിളിച്ചുപോയി, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ സഹോദരൻ ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ എന്ന പദം കേട്ടപ്പോഴേക്കും ഞെട്ടി ബേജാറായി വെപ്രാളപ്പെട്ടു. ഇതാരും ഉമറോ? ഉമർ റളിയല്ലാഹു അൻഹു അയാൾ സമാധാനിക്കാതെ സഹോദരൻ അവർക്ക് ഭക്ഷണം കൊടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. നാളെ അങ്ങോട്ട് ബൈത്തുൽ മാലിലേക്ക് അമീറുൽ മുഅ്മിനീന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. നമ്മൾ മനസ്സിലാക്കണം, നബിതങ്ങളുടെ ആജ്ഞ മുബാറക്കായ സത്യം മാത്രം പറഞ്ഞ നാവുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, ഉമറുൽ ജന്ന, ഉമർ സ്വർഗവാസിയാണ്. ഉമർ സ്വർഗവാസിയാണ്. ഇതേപോലെ ഇരിക്കുമ്പോൾ നബിതങ്ങളുടെ ആജ്ഞകൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ ഒരാളുണ്ട്, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിൽ നിന്നും മർഹബ മർഹബ എന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഞാൻ നോക്കുകയാണ്, ആരാണത്? നബിതങ്ങളുടെ ആജ്ഞകൾ പറഞ്ഞു, അത് അബൂബക്കർ. കുറച്ചു രാജ്യങ്ങൾ പറഞ്ഞു, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. എൻ്റെ ജിബ്രീൽ അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു. സ്വർഗത്തിൽ അതിമനോഹരമായ, ഹൃദയത്തിന് ഹഠാതാകർഷിക്കുന്ന അതിമനോഹരമായ ഒരൊറ്റ മുത്തിനാൽ, വെള്ള മുത്തിനാലുള്ള കൊട്ടാരം എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ അതിൽ ആകർഷ്ടനായി. ഞാൻ അതിനോട് അടുത്ത് ഞാൻ ചോദിച്ചു, ജിബ്രീൽ ഇതാർക്കുള്ളതാണ്? എന്നോട് പറഞ്ഞു, അത് ഉമർ ബിൻ ഖത്താബിനുള്ളതാണ്. ഉമറിന്റെ രോഷം എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഇങ്ങനെ പിന്നോട്ടേക്ക് വന്നു എന്ന് നബിതങ്ങളുടെ ശാസനയിൽ സദസ്സിൽ പറഞ്ഞപ്പം തല കുനിഞ്ഞിരുന്ന് കരയുന്ന ഉമർ തലപൊക്കിയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയോട് ഞാൻ ഗീറത്ത് കാട്ടുന്നു. നുബൂവത്തിന്റെ നാവുകളുടെ കൊട്ടാരത്തിന്റെ വിശേഷണം പറഞ്ഞിട്ട് ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ളതാണ് പറഞ്ഞ ആ ഉമർ റളിയല്ലാഹു അൻഹു ഈ പാതിരാത്രിയിൽ അവിടെ പോയിട്ട് ആ ഏതോ ഗ്രാമീണന്റെ ഭാര്യന്റെ പ്രസവം എടുക്കുകയും അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്താണ് ഇതിന്റെ സംഭവം നിങ്ങൾക്കറിയോ? നാളെ റബ്ബിന്റെ മുമ്പിൽ ഉമർ നിൽക്കാനുള്ള അത്രയുള്ള ഒരു പ്രശ്നം. ഈ ഇരിക്കുന്ന ഞാനും നോക്കും നിൽക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ഭാര്യ, നമ്മളെ മക്കളോ, നമ്മളെ തറവാടോ, നമ്മളെ കുടുംബവും നമ്മളെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ ഈമാനും നമ്മളെ അമലും നമ്മളും നമ്മളെ പരസ്പരമായിട്ടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരും നന്നാക്കുക. അത് നന്നാക്കാനുള്ള ദൗത്യമാണിത്. ഇനി അടുത്ത റമദാൻ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് പരിചയമുള്ള പലരും ഈ റമദാൻ തന്നെ പൗരങ്ങളിലെ നമ്മളെ പറ്റിയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുക അല്ലാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും തീരുമാനമാവട്ടെ. ഇത് നമ്മളെ ദുആയാണ്. ഇത് നമ്മളൊരു ദുആയാണ്. തെറ്റിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് സാറിന് ഇന്നത്തെ രാത്രി ഒന്ന് അള്ളാനെ സ്വന്താക്കി, ഒന്ന് അള്ളാന്റെ മുമ്പിൽ ഒന്ന് കരി.
നമ്മൾ വിചാരിക്കുന്ന അള്ളാഹു ഇത്ര വിദൂരസ്ഥനാണ്, നമ്മളൊന്നും മെയിൻ്റാക്കില്ല, നമ്മളെ കയ്യൊഴിയും. ഇല്ല സാധനമാരെ, അള്ളാഹ് അങ്ങനെ ഇല്ല. ഒരടിമ അള്ളാഹിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹു അതിലേക്ക്, ഒരാളെ ചാണടിക്കുകയാണെങ്കിൽ അള്ളാഹു മുഴമെടുക്കും. ഒരാളെ നടന്നു വരികയാണെങ്കിൽ അത്തേക്കവും മാറുവല അവനിലേക്ക് അള്ളാഹു ഓടി വരുമെന്ന് റസൂലുള്ളാഹി. അള്ളാഹ് നിങ്ങളെ ഇട്ടൊക്കെ വരും. തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾക്ക് അറിയാം. ഈ സമയത്തെ നമ്മൾ മുതലാക്കണം, ഒരുങ്ങണം, ഇന്നത്തെ സമയം കളയണം, ദുആ ചെയ്യുക, ദിക്ർ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അവസാനത്തെ രാത്രിയാണെന്ന് വിചാരിച്ച് ചെയ്യാം. രാത്രി ഖിയാമുൽ ലൈൽ നിന്നേക്കുക, ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിക്കുക. എനിക്ക് അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല, ചെയ്യൂല. ഇഷ്ടമുള്ള ദിക്റാണ്. 3 പ്രാവശ്യം ഒരാൾ അടുപ്പിച്ച് പറഞ്ഞാൽ, എന്നിട്ട് അള്ളാഹുവോട് എന്തെങ്കിലും ചോദിച്ചാൽ ദുആ ചെയ്യാൻ അവന്റെ ദുആ കബൂലാക്കും എന്നൊരു സുബ്ഹാന. 3 പ്രാവശ്യം പറയാൻ ആർക്കാതെ അറിയാത്തത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എല്ലാ ദുആന്റെ മുമ്പിൽ നമ്മളിത് ചൊല്ലണം. ഒറ്റയ്ക്ക് ദുആ ചെയ്യുമ്പോഴൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി 3 പ്രാവശ്യം. ബോധത്തോടെ പറയാം, ഞാനാണ് കുറ്റക്കാരൻ, നീ പരിശുദ്ധവാനാണ് പ്രശ്നം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയാം, അല്ലാഹുമ്മ റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു എന്ന് പറഞ്ഞാൽ ദുആ ഇസ്തിഗ്ഫാർ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം പറയാം, അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ വഅതൂബു ഇലൈഹി ആണെങ്കിൽ അത് പറയാം. لا إله إلا الله بريا، لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير بريا. لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 20 ലക്ഷം നന്മട്ടും 20 ലക്ഷം മുറ്റപ്രാവശ്യം പറഞ്ഞാൽ എളുപ്പമാണ് പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ലാ ഇലാഹ ഇല്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരനില്ല, അഹദൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നല്ല, അഹദൻ അവൻ ഏകനാണ്, സമദൻ അവൻ നിരാശ്രയനാണ്, പിന്നെ ലം യലിദ് വലം യൂലദ് അവനാരും മകനുമില്ല അവന് മക്കളുമില്ല, അവനാരും പിതാവുമല്ല അവന് മക്കളുമില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് സാമ്യനായി അവന് കുഫുവായി ഒരാളുമില്ല. അത് നല്ല ബോധത്തോടെ പറയാം. അള്ളാഹു ഭയങ്കര ഇഷ്ടിക്കായി എൻ്റെ അടിമ ഒരു പള്ളിന്റെ മൂലയിൽ നിന്നിട്ട് പാതിരാത്രി എന്നെ പുകഴ്ത്തിറന്നവൻ, എൻ്റെ ഏകത്വം പറയാനവൻ, അവന് സുഖമായി കടന്നുറങ്ങായിരുന്നു. പക്ഷെ അവൻ എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കണല്ലോ എന്നുള്ള ഭയത്തിന്റെ പേരിൽ അവൻ രാത്രി എഴുന്നേറ്റ് പറയാണ്. കാരണം അല്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ, അതുകൊണ്ട് ഈ ദിക്റുകൾ ചെല്ലണം. ഒരു പറഞ്ഞില്ല 20 ലക്ഷം കിട്ടും. നന്മ അള്ളാഹ് തന്നൊരു വിഷയങ്ങളല്ല, നമ്മൾ ചെല്ലുക. ഉച്ചക്കിരുന്ന് ഖുർആൻ ഓതുക, അള്ളാഹുവിലേക്ക് തിരിയുക, കരയുക, ഒറ്റക്ക് പറഞ്ഞു തുടങ്ങുക, അത് ശീലിക്കണം. ദുആ ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയിലുള്ളത്. സമര ബാക്കിൽ ഇങ്ങനെ കൈ പിടിക്കാം, അങ്ങനെ സമരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാവും, അവരിങ്ങനെ ആമീൻ പറയുണ്ടാവും, ചിലർ ആമീനും പറയില്ല. ലാശത്തും ഇങ്ങനെ ആക്കിയാലും മധ്യരേഖ ചോദിച്ച മുഴുവനും പഞ്ചായി എന്നുള്ളതാണ്. സ്ക്രീൻഷോട്ടിന്റെ ഒക്കെ കാലല്ലേ, എന്താ അതിന് പറയും, പൈസ അടക്കണ്ട, സ്കാൻ ആയിവ ലാസ്റ്റ് ഞങ്ങൾ സ്കാൻ ചെയ്ത് വിട്ടാൽ അത് പോയിക്കോളും. അവിടെ നല്ലപോലെ ഒറ്റക്ക് ദുആ ചെയ്ത് പഠിക്കണം. ഒറ്റക്ക് എവിടെങ്കിലും ഇതിന്റെ ഫുള്ള് പറയണം. ഞാൻ പറഞ്ഞ കേൾക്കൂല നിങ്ങൾ ആരും വിചാരിക്കും. അങ്ങനെ വിചാരിച്ച ഭയങ്കര നഷ്ടപാടിയാണ്. അവനാണ് ഏറ്റവും വലിയ നഷ്ടമാണ്, നിരാശയുള്ള ആളാണ്. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. കാഫിലിങ്ങോട്ടാണ് നിരാശ. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല എന്ന് കേൾക്കരുത്. എല്ലാവരും പറഞ്ഞേക്കാളും കൂടുതൽ കേൾക്കല് ആര് പറഞ്ഞാലാണ്? ഞാനുണ്ട് അള്ളാഹു അങ്ങനെയാണ്. നമ്മൾ അള്ളാഹിനെ നിഷേധിച്ചിട്ടില്ല, പാപം ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അള്ളല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അള്ളാഹ് നമുക്കില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനോട് നമുക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട്, അവൻ അള്ളാഹിനോട് പറഞ്ഞാൽ മതി. അത് അള്ളാഹ് അറിയുന്നുണ്ട്,
അതുകൊണ്ട് ധൈര്യത്തിൽ ചോദിക്കാം, ചോദിക്കൂല ഇൻഷാ അല്ലാഹ്.